മനുഷ്യനെ മാറാൻ കഴിയും, വേറെ ആർക്കും ഈ ലോകത്ത് മാറാൻ കഴിയില്ല. ഞാൻ കുറെ പട്ടികളെ വിളിച്ചിരുത്തി 1.5 മണിക്കൂർ ക്ലാസ് എടുത്ത അമ്മാരി എന്നെ തന്നെ ഓടിച്ചിട്ട് കടിച്ചിട്ട് പോകും. കാരണം അതിന്റെ സഹജ സ്വഭാവത്തിൽ അതിന് ജീവിക്കാൻ പറ്റുന്നത്. നമ്മൾ അങ്ങനെയല്ല. മനനം ചെയ്യുന്നവൻ മനുഷ്യൻ. തേനുണ്ടാക്കുന്നത് ആരാ? തേനീച്ച. തേനുണ്ടാക്കുന്ന ആരാ? തേനീച്ച. ഞാൻ അത്തരം കാര്യമല്ല. തേനുണ്ടാക്കുന്നത് പൂവല്ലേ? ഇതാണ് ഒരു ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പോലും നമ്മൾ കിടന്നുകൊള്ളും കണ്ട. തേനുണ്ടാക്കുന്നത് തേനീച്ചയല്ല, നമ്മുടെ കയ്യിൽ കിട്ടുന്ന തേനുണ്ടാക്കുന്നത് തേനീച്ചയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ തേനുണ്ടാക്കുന്ന ആരാ? പൂവല്ലേ? എന്റെ മോള് കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടിക്കൊണ്ട് കിടക്കുന്നു. ദൈവമേ, അത് കേട്ട് ഞാൻ തന്നിൽ കൈവച്ച് പോയി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അൽബോട്സ കുട്ടി പാടുകയാണ്. മണ്ണിനെ തേടും ഞാനും പൂവിൻ മുട്ട, നീ ഒന്ന് വരാമോ എന്നെ കെട്ടിപ്പിടിക്കാമോ? അവർക്കറിയാമോ ഈ മണ്ടേതാണ്? നാടിൻ മകനെ പൊന്മകനെ മുത്തയകനെ വേങ്ങ കത്തിക്കൊണ്ടും വിദ്യാഭ്യാസം കുത്തു വരങ്ങ് നിന്നെ പടച്ചു വിട്ടാൻ കടവിളക്ക് 10ൽ 10 മാതാപിതാക്കളെ നോക്ക്, എങ്ങോട്ട് കാടിന്റെ പോക്ക്, നിർദ്ദേശങ്ങളൊന്നും വേണ്ട. ഇങ്ങനെയാണ് നമ്മുടെ ലോകം. പണ്ട് നമ്മുടെ പാട്ടെന്തായിരുന്നു? സുന്ദരി പഠിക്കാം. സുന്ദരി നിന്തുമ്പ് തുമ്പില്ലേ, തുമ്പുകെട്ടിയിട്ട ചുരുൾമൊഴിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി. തുഷാരഹാരം മാറിൽ ചാത്തി. പക്ഷേ ഇന്ന് കാലം മാറി. പണ്ട് കേട്ട പാട്ട് ഞാനും പാടുന്നു, സാറും പാടുന്നു, നിങ്ങളും മനസ്സിൽ പാടുന്നു. എങ്കിൽ ഇന്ന് താളം മാറിയ, ഈണം മാറിയ ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും ആ പാട്ട് വകഭേദത്തിൽ വന്നിട്ടുണ്ട്. സുന്ദരി പെണ്ണേ കാലം മാറി. പണ്ട് ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെ ഒന്നിന്റെ കൂടെ. ആ സൽസ്വഭാവിയായ കരുണാസമ്പന്നനായ ദയാനിധിയായ ഭക്തവിജയനായ രമണൻ പറഞ്ഞു, പാടില്ല പാടില്ല അങ്ങനെ ചെയ്തത്, പാടില്ല പാടില്ല വർദ്ധനങ്ങൾ പാടെ മറന്നും ചെയ്തുകൂടാ. അച്ഛനായിട്ട് ആലോചിച്ചിട്ട് അമ്പത്തി വെച്ച് കല്യാണം കഴിക്കാടി, അത് കഴിഞ്ഞ് മതിയടി അത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പുതിയ യുഗത്തിന്റെ പാട്ട് വന്നു. ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടുമേക്കാൻ നിന്റെ കൂടെ. തരതര തരതര ഓരോ കുഞ്ഞാടെ ഓരോ കുഞ്ഞാടെ. അച്ഛനമ്മ വീട്ടിലില്ല, ഡാഡി മമ്മി വീട്ടിലില്ല, വേറെ ആരും വീട്ടിലില്ല, വിളയാടത്തെ വായില്ല ഇല്ലാത. സാറ് പറഞ്ഞ കണക്ക് എന്റർടൈൻമെന്റ് ആയില്ലേ? എല്ലാം ആയില്ലേ? ഒരു സമ്പൂർണ്ണ പാക്കേജ്. പ്രിയപ്പെട്ടവരെ, ഇത്രയൊക്കെ ഉള്ളു ജീവിതം. ഒന്ന് ചിരിച്ചാൽ എല്ലാം മാറും. കുടിച്ചാലല്ല, കുടിക്കരുത്. പണ്ട് സോമൻ മധു നമ്മളെ പഠിപ്പിച്ചു. ഒന്ന് കുടിച്ചാലല്ല മറക്കാ ഒരിക്കൽ കൂടെ ഞാൻ കുടിച്ചോട്ടെ. ആ മധു തന്നെ ഇന്നത്തെ പ്രണയാദ്രമായ പ്രണയിച്ച പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ ആസിപ്പൊഴിക്കുന്ന ആ പുതിയ കാമുകന്മാരോട് ആ മധു പറഞ്ഞു വെച്ച പണ്ടത്തെ ഒരു പാട്ടുണ്ട്. പറയാവോ? കാമുകിയെ വേറൊരുത്തൻ കല്യാണം കഴിച്ചോണ്ട് പോകുമ്പോൾ ആശീർവദിക്കുന്ന ആ കാമുകനെ എവിടെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഏത് പാട്ടാ? അടിപൊളി. നേർന്നിട്ടുണ്ട്. ഇതൊക്കെ അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അനുഭവങ്ങളാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. എന്റെ ഭാര്യ ഞാൻ വീട്ടിൽ ഒരു കവിത പാടാൻ സമ്മതിക്കത്തില്ല. എന്നറിയാമോ? വീട്ടിൽ ആ കവിത പാടിയ ഭാര്യ ഉടക്കാം. വലയിൽ വീണ കിളികളാണ് എന്റെ ഭാര്യയല്ല, പണ്ടത്തെ ആൾപ്രശ്നം. ചിറകൊടിഞ്ഞൊരിണകളാണ് വഴിവിളക്ക് കണ്ണു ചിമ്മി
ശ്രീലങ്കു നമ്മൾ വാഴണം ശാന്യകൊമ്പിലംശാരികേ ഉയരാടി പാട്ടുപാടി നീ നിന്റെ ചിറകിൻ കൂടു തേടി ഞാടിഞ്ഞ ചരിത കാമുകൻ. അവസാനം എങ്ങനെയാണ്? തലയറഞ്ഞ ചത്തു ഞാൻ വരും നിന്റെ പാട്ട് കേൾക്കുവാനുമേ കൂടുവിട്ട് കൂടുവായുമൻ. എന്റെ ഭാര്യമുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഞാൻ അവിടേക്ക് ഓടി കൂടുവിട്ട് കൂടുവായുമൻ മോഹമാര് കൂട്ടിലാക്കിടും. എന്റെ മോഹത്തെ കൂട്ടിലാക്കാൻ പറ്റത്തില്ല, എന്നെ മാത്രമേ ഇതിനൊക്കെ കൂട്ടി കല്യാണം കഴിച്ചിടാൻ പറ്റത്തുള്ളൂ. മോഹം കൊണ്ടു ഞാൻ കാൽപ്പനികതയുണ്ട് കണ്ണുകളിൽ. ഇവിടെയുള്ള ഏറ്റവും നല്ല സൗന്ദര്യവതി ഇദ്ദേഹം. ഇനി ആരും അങ്ങോട്ട് ചെല്ലില്ല, എനിക്ക് മാത്രം സ്വന്തം. എന്നെ സ്നേഹിക്കുന്നില്ലേ? ഈ ലേഡീസിന് ഒറ്റക്കാര്യം മതി, പ്രശംസ, പ്രോത്സാഹനം. പ്രണയം, പ്രതീക്ഷ, പ്രോത്സാഹനം, ഇതാണ് ഇവർക്ക് വേണ്ടത്. ഇത് നമുക്കറിയത്തില്ല. നമ്മള് വേടനായിരുന്നു, നമ്മള് വേട്ടക്കാരനായിരുന്നു, ഇവര് വീട്ടുകാരായിരുന്നു. നമ്മള് നായാടിയായിരുന്നു, ഇവര് വായാടി. മനസ്സിലായ? നമ്മള് മൗനിയായിരുന്നു. കാരണം ഈ കാടുകളിൽ ഒളിച്ച് മണിക്കൂറുകൾ ഇരുന്നാലോ കാട്ടുപന്നിയ പോലെ കിട്ടുന്നത്. മിണ്ടാതിരിക്കണം. ആ സമയമൊക്കെ അയൽപക്കത്ത് വീടുകൾ ഞങ്ങൾക്ക് പരദോഷം പറയായിരുന്നു. ആണ് കല്ലം പരിപ്പിട്ട് വേവിച്ചിട്ട് അത് വേഗം വരെയായിരുന്നു പരദോഷം പറഞ്ഞവരാ സ്ത്രീകൾ. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി? ഇവരെ മനസ്സിലാക്കാൻ ആണുങ്ങൾക്കും കഴിഞ്ഞില്ല, ആണുങ്ങളെ മനസ്സിലാക്കാൻ പെണ്ണുങ്ങൾക്കും കഴിഞ്ഞില്ല. അവരുടെ ക്യാമു എന്ന് പറയുന്ന ഒരു കഥാകാരൻ പറയുന്നത്, അവൾ മറയ്ക്കുന്നത് ഒരു മുറിവും അവൻ മറയ്ക്കുന്നത് ഒരു കഥാലയുമാണ്. ഭയങ്കര അർത്ഥമാണ്. അവൾ മറയ്ക്കുന്നത് ഒരു മുറിവും അവൻ മറയ്ക്കുന്നത് ഒരു കഠാരയുമാണെന്ന് പറഞ്ഞു.